ഉമ്മൻചാണ്ടി സൈക്കിളേറ്റം പഠിപ്പിച്ച എൻ്റെ അപ്പന. ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിലെ ഏറ്റവും വലിയൊരു ചങ്കായിരുന്നു. ചെവി ഉന്നം പിടിച്ച് കേട്ടിട്ട് നമ്മളോടത് കാര്യം ചോദിക്കും, അല്ലെ ഫോൺ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ കാര്യം സാധിച്ച് എന്നാ എന്നുള്ളത്. പുള്ളി പറയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞത് ചെയ്തു തരും. ചാണ്ടിയുമ്പം നല്ല പ്രവർത്തനമല്ലേ? നല്ല പ്രവർത്തനം എന്ന് വെച്ചാൽ അച്ഛനെ അത്ര ആയില്ലെങ്കിലും അച്ഛനേക്കാളും നല്ല ഇതിലാണ്, നല്ല പ്രവർത്തനമാണ്. അടുത്ത പ്രാവശ്യം ഭൂരിപക്ഷത്തോടെ ജയിക്കും. നല്ല അടുത്ത പ്രാവശ്യം UDF വരണം. ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്? ആരായെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ രമേശ് ചെന്നിത്തല വരണം. അതാണ് നമ്മുടെ ആവശ്യം. അതായത് ഉമ്മൻചാണ്ടിയെ പറ്റിയുള്ള ഉമ്മൻചാണ്ടിയുടെ രണ്ടാം ചരമവാർഷിക വെള്ളിയാഴ്ച 10-ാം തീയതി ഉമ്മൻചാണ്ടിയെ പറ്റി ഓർക്കുമ്പോൾ ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളിയിലെ ഏറ്റവും വലിയൊരു ചങ്കായിരുന്നു. പുതുപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഉമ്മൻചാണ്ടി സൈക്കിളേറ്റം പഠിപ്പിച്ച എൻ്റെ അപ്പന, എൻ്റെ ഫാദറാണ്. പുള്ളി ഡ്രൈവിംഗ് സ്കൂളൊക്കെ ആയിരുന്നു. 53 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുപ്പള്ളിയുടെ ഏറ്റവും ഇതിൽ ചെയ്ത ഒരാളാണ്. അതായത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ പല രീതിയിലുള്ള സ്ഥാപനങ്ങളും പുതുപ്പള്ളിക്ക് വന്നു. അതിനേക്കാളും ഇതായിട്ടാണ് ഇപ്പം ചാണ്ടിയുമ്മൻ ഇപ്പോൾ ഇവിടെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെതായ രീതിയിലാണ് കാര്യങ്ങൾ. പഠിപ്പിച്ച ഗുരുവിനെ ഉമ്മൻചാണ്ടി പിന്നെ കാണാറുണ്ടായിരുന്നു. രണ്ടുപേരും കാണാറുണ്ടായിരുന്നു. എന്തോ പിന്നെ അച്ഛൻ മരിച്ചുപോയി. അപ്പോൾ മരിച്ചു പോയിട്ട് ഇപ്പോൾ 5 വർഷമാകുന്നു. അച്ഛൻ്റെ പേരെങ്ങനെയായിരുന്നു? കുട്ടപ്പായി. അച്ഛൻ്റെ ലതാ മോട്ടോ ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ അച്ഛനായിരുന്നു. 50 വർഷമായപ്പം ഉമ്മൻചാണ്ടി അച്ഛന് അവാർഡ് വരെ കൊടുത്ത ആളാണ്. അത്ര ബന്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലെ എല്ലാം അറിയാവുന്ന ഒരാളാണ്. ഉമ്മൻചാണ്ടിയുടെ അത്ര ഒരു മനുഷ്യൻ ഇനിയും കേരളത്തിൽ തന്നെ കാണത്തില്ല. അതുകൊണ്ട് പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും ഉമ്മൻചാണ്ടി നമ്മളെന്നും സ്മരിക്കുന്നയാളാണ്. അതാണ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആൾ. എൻ്റെ പേര് സജി. അച്ഛൻ നല്ലൊരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി. അപ്പം നല്ലൊരു മനുഷ്യനാണ്, ആൾക്കാരോട് നല്ല കരുണയുള്ളൊരു മനുഷ്യനാണ്. അത്ര എനിക്ക് പറയും. നല്ല എല്ലാ കാര്യവും ഏറ്റെടുത്ത് നടത്തും എന്നാണ് എനിക്ക് വിശ്വാസം. ഉറപ്പായിട്ടും ജയിക്കും. എൻ്റെ അഭിപ്രായത്തിൽ UDF അധികാരത്തിലെത്തും എന്നാണ്. ആരായിരിക്കും മുഖ്യമന്ത്രിയായിട്ട് വരുന്നത്? സതീശൻ വരുമോ, ചെന്നിത്തല വരുമോ, കരൂര്? അതെനിക്കറിയാം. എനിക്ക് അവരെ പറ്റി ഒന്നും അറിയില്ല. നമ്മുടെ മനസ്സിലുള്ള ഇഷ്ടം മനസ്സിലിപ്പം ചാണ്ടിയുമ്മന MLA ആണല്ലോ. അത് കഴിഞ്ഞ് അവർക്ക് മത്സരിക്കരുത്. അപ്പോൾ ചാണ്ടിയുമ്മൻ തന്നെ വരുമെന്നാണ്, ആകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം തന്നെ നമ്മുടെ ഗൾഫിൽ ഒമാനിൽ നിമിഷപ്രിയ അവൾക്ക് വേണ്ടി ഇപ്പോൾ ഗവർണറെ പോയി കണ്ടു. ആ നല്ല മനസ്സല്ലേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അപകടം ഉണ്ടായപ്പോൾ ആദ്യം തന്നെ ഓടിച്ചെന്നു. കാര്യം മണ്ഡലം വേറെയാണെന്നൊക്കെ ചർച്ച ചെയ്തു. എന്നിരുന്നാലും ചാണ്ടിയുമ്മൻ അവിടെ ഓടിയെത്തി എല്ലാ കാര്യത്തിനും നല്ല സപ്പോർട്ട് ചെയ്തു. നല്ല പ്രവർത്തനം. മുന്നോട്ട് പോകണം ആവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷികമാണ്, ചരമവാർഷിക വെള്ളിയാഴ്ച. ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താ തോന്നുന്നു? നല്ലൊരു മനുഷ്യൻ, ആരോടും ചിരിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം കാര്യത്തിന് ഞാൻ ഇച്ചിരി നേരം മാറി നിന്നു. അപ്പോൾ പറഞ്ഞു എന്തിനാ മാറി നിന്ന് ഇങ്ങോട്ട് വന്നു പറഞ്ഞു. കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് സാധിച്ചു തന്നു. അത് നല്ലൊരു മനുഷ്യൻ. ഓടിയെത്തും. ഇവിടെ ലാസ്റ്റ് മീറ്റിങ്ങിന് ഇവിടെ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ ഞാൻ കൂടെ പോയി കാറെ കൂടെ പിൻഗമിച്ച് കുറേ നേരം നടന്നു വർത്തമാനം പറഞ്ഞു. കർഷകർക്ക് അവാർഡ് കൊടുക്കാൻ ലാസ്റ്റ് വരുന്ന അങ്ങനെയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു മനുഷ്യൻ, ഏതു സമയം ചിരിച്ചോണ്ട്. പിന്നെ അവരുടെ പ്രവർത്തനം, പാർട്ടി, അതിനെപ്പറ്റി നമുക്കൊന്നും വിലയിരുത്താൻ അറിയാൻ വയ്യ. നല്ലൊരു മനുഷ്യൻ, ആളിനെ ഇഷ്ടമാണ്. നല്ലൊരു മനുഷ്യൻ, എല്ലാവരോടും നല്ല സ്നേഹമായിട്ട് ഇടപെടും. നിമിഷപ്രിയയുടെ കാര്യത്തിന് തന്നെ ഇന്ന് വാർത്തയിൽ ഞാൻ കണ്ടു. ആ വയ്യാത്ത അവസ്ഥയിലും ഡൽഹിയിലോ മറ്റേ മന്ത്രിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നല്ലൊരു മനുഷ്യൻ. അത് മനുഷ്യരല്ലേ, പലരും നല്ലതല്ലേ. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ഇതുവരെ എടുത്ത് കളഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച. അപ്പോൾ നല്ലത് വരുന്നവർക്കേ അപവാദങ്ങൾ വരും. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഗുണം ചെയ്യുന്നവർക്കേ ദോഷം വരും. ഒന്നും ചെയ്യാത്തവർക്കൊന്നുമില്ല. അത്രയുണ്ട് എനിക്ക് പറയാം. എങ്ങനെയുണ്ട് നമ്മുടെ MLA കുറിച്ച്? ഉമ്മൻചാണ്ടി നല്ല മകനാണെങ്കിലും കുഴപ്പമില്ല. ചാണ്ടിയുമ്മൻ നന്നായിട്ട് പോകുന്നു. ആര് മരിച്ചാലും കല്യാണം ആണേലും വിളിച്ചാൽ അന്നേരം വന്നോളൂ. ആരെ നല്ല സ്നേഹമുണ്ട്. ജയിക്കും ഉറപ്പാ. UDF വരുമോ LDF വരുമോ അടുത്ത പ്രാവശ്യം അധികാരത്തിൽ? അതെനിക്ക് അറിയത്തില്ല. കോൺഗ്രസ് വരും. കമ്മീഷനല്ല, കോൺഗ്രസ് വരും. ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയുള്ളത്? ചാണ്ടിയുമ്മനാ.
അതിനോടൊന്നും നമുക്ക് കാര്യമില്ല. ചാണ്ടിയമ്മൻ്റെ പ്രവർത്തനങ്ങളെ പറ്റി എങ്ങനെ വരും? നല്ലതായിട്ട് പോകുന്നുണ്ട്. അപ്പനെ പോലെ തന്നെ ഉയർന്നു വരും. ആ നല്ല മിടുക്കനായിട്ട് വരുന്നത് ഇപ്പോൾ. ആണല്ലേ? ചാണ്ടിയമ്മൻ അടുത്ത പ്രാവശ്യം ജയിക്കുമോ? തീർച്ചയായിട്ടും ജയിക്കും. എത്ര ഭൂരിപക്ഷം? നല്ല ഉമ്മൻചാണ്ടി സാറിനെ പോലെ തന്നെ നല്ല ബഹുഭൂരിപക്ഷത്തോടെ ജയിക്കും. അടുത്ത പ്രാവശ്യം UDF അധികാരത്തിൽ വരുമോ LDF അധികാരത്തിൽ? UDF വരുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് ആഗ്രഹിക്കുന്നത്? നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ. മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയുണ്ട്, VD സതീശനുണ്ട്, K മുരളീധരനുണ്ട്, ശശി തരൂരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇപ്പോൾ ഉമ്മൻചാണ്ടി സാർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഭരണം ഇപ്പോൾ ഒരാൾ വന്നിട്ടില്ല. അപ്പോൾ പുതിയതായിട്ട് ഒരാൾ UDF അധികാരത്തിലെത്തി ആര് മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹിക്കുന്നു? രമേശ് ചെന്നിത്തലയായിരിക്കും. രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികമാണ് ഈ 15-ാം തീയതി. വലിയ വിപുലമായ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഓർത്തിരിക്കാൻ എന്തെങ്കിലും കാരണം? ഓർത്തിരിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അത്രയും നല്ല മനുഷ്യനായിരുന്നു. ഏത് കാര്യവും നമുക്ക് ചെന്ന് പറയായിരുന്നു. ചെവി ഉന്നം പിടിച്ച് കേട്ടിട്ട് നമ്മളോടത് കാര്യം ചോദിക്കും, അല്ലെ ഫോൺ വിളിച്ച് ചോദിക്കും, നിങ്ങളുടെ കാര്യം സാധിച്ച് എന്നെ ആയെന്നുള്ളത്. പുള്ളി പറയാവുന്ന ആൾക്കാരോടെല്ലാം പറഞ്ഞത് ചെയ്തു തരും. മറക്കാൻ മേലാത്തവർ എന്തെങ്കിലും ഒരു കാര്യം? മറക്കാൻ മേലാത്ത ഉമ്മൻചാണ്ടി സാറുമായിട്ട് ഇത്ര നാൾ പള്ളിയായിട്ടുള്ള ബന്ധമുണ്ട്. ഉമ്മൻചാണ്ടി സാറായിട്ടുള്ള അപ്പോൾ ഇവിടെ എപ്പോഴും വരുന്നതാണ്, എല്ലാ ഞായറാഴ്ച ഇവിടെ എത്തും. ഒരിക്കലും മറക്കാൻ മേലാത്തൊരു അനുഭവം. ഇവിടെ നമ്മൾ സ്ഥാപനമായിട്ട് എപ്പോഴും എല്ലാ ഞായറാഴ്ചയും വന്നുകൊണ്ടിരിക്കുന്ന ആളാണ്. പുള്ളിക്ക് ആരും ഒത്തിരി പേരൊന്നും പുറകെ നടക്കാനൊന്നുമില്ല. കുറച്ച് കൂട്ടുകാർ കാണും. അല്ലാതെ അത് ഏത് കാര്യവും നമുക്ക് ധൈര്യത്തോടെ ചെന്ന് പറയാം. നമ്മളെ ശ്രദ്ധിക്കും. ചെന്ന് കാണാനാന്ന് പറയുമ്പോൾ തന്നെ പുള്ളി നല്ലതായിട്ട് നമ്മളവിടെ നിന്ന് ചെവി ഉന്നം പിടിച്ച് കേട്ട് എല്ലാം. അതായത് പ്രത്യേകത, ആ സ്നേഹം തിരക്കിനിടയിൽ നമ്മളെ കരുതും തീർച്ചയായിട്ടും. ചാണ്ടിയമ്മൻ MLA ജനപ്രതി എന്നുള്ളതല്ല എങ്ങനെ വിലയിരുത്തുന്നു? ചാണ്ടിയമ്മൻ ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അപ്പൻ്റെ ആ പൊസിഷനിലേക്ക് വരാനായിട്ട് പുള്ളി കഴിവതും ശ്രമിക്കുന്നുണ്ട്, നടത്തുന്നുമുണ്ട്, കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. ആ രീതി വരും. എങ്ങനെ എടുത്തു പറയാൻ പറ്റും ചാണ്ടിയമ്മനെ പറ്റി വിലയിരുത്തുമ്പോൾ? ഇപ്പോൾ ഈ ബന്ധുവിൻ്റെ കാര്യവും മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നപ്പോഴൊക്കെ ഒത്തിരി പുള്ളി അന്നേരം അറിഞ്ഞ സ്ഥിതിക്ക് അന്നേരം ഇവിടുന്ന് പാഞ്ഞവിടെ ചെന്നു, ആ പൊസിഷനിൽ ചെന്നു, ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം പുള്ളിയുടേതായിട്ടുള്ള ആ ചെയ്യേണ്ട രീതിയിൽ ചെയ്തു, പ്രവർത്തിച്ചു. അതുകൊണ്ട് ബാക്കിയുള്ളവരുടെ ജീവനൊന്നും പോകാതെ ആ ഒരു സ്ത്രീ എവിടെയോ നമ്മുടെ അവരുടെ കാലാവധി എത്ര ഉണ്ടായിരുന്നുള്ളതായിരിക്കും, അത് ദൈവം നിശ്ചയിച്ച് ആയുസ് എത്ര ഉണ്ടായിരുന്നുള്ളതായിരിക്കും. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ക്രമീകരിച്ചല്ലോ പുള്ളി. ബാക്കി പിന്നെ അവരുടെ കുടുംബത്തിന് വേണ്ടി ധനസഹായം ചെയ്തു. പിന്നെ ബാക്കി കിടക്കുന്നവരെ അപകടം പറ്റിയവരെ പോയി സന്ദർശിച്ചു. അതൊക്കെ ഒരു വലിയ കാര്യങ്ങളല്ലേ. അപ്പം എൻ്റെ ആ മാതൃക തന്നെ പിന്തുടർന്ന് പോരുന്നു. ചാണ്ടിയമ്മൻ ഇനി ജയിക്കുമോ? ചാണ്ടിയമ്മൻ തീർച്ചയായിട്ടും ജയിക്കും. എത്ര ഭൂരിപക്ഷം കിട്ടും? ഭൂരിപക്ഷം നമുക്കിപ്പോൾ മുൻകൂർ പറയാൻ പറ്റുമോ? അടുത്ത സർക്കാർ ആരാ? UDF അധികാരത്തിലെത്തുമോ LDF അധികാരത്തിലെത്തുമോ? UDF അധികാരത്തിൽ വരണം. അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ ഈ നിലനിൽക്കുന്ന നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ കാരണം എന്നാന്ന് ചോദിച്ചാൽ ഇപ്പം വന്യമൃഗങ്ങളുടേതും പട്ടികളുടെ ഇതുകൊണ്ട് എത്രയോ പേരോ കുഞ്ഞുങ്ങളും വലിയവരും ഒക്കെ മരണപ്പെട്ടു. അതൊക്കെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ. അതുപോലെ തന്നെ എന്തെല്ലാം കാര്യങ്ങൾ വന്യമൃഗങ്ങൾ മുഖാന്തരം എത്ര മനുഷ്യ മരിക്കുന്നു അതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ കയറിയാൽ ഇതെല്ലാം പ്രവർത്തിയാകുമെന്നല്ല പറയുന്നത്. എന്നാലും ഒരു തീരുമാനം വരണം. ഇതെല്ലാം കണ്ടും കേട്ടും മുന്നോട്ട് അവരുടെ ഭരണം വന്നാൽ ഇതിനെല്ലാം ഒരു പരിഹാരം കണ്ട് വേണം മുന്നോട്ട് പോകാൻ. UDF അധികാരത്തിലെത്തിയാൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കും? ഇപ്പോൾ രമേശ് ചെന്നിത്തലയുണ്ട്, ശശി തരൂരുണ്ട്, മുരളീധരനുണ്ട്, അങ്ങനെ KC വേണുഗോപാലുണ്ട്, VD സതീശനുണ്ട്. നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ട ഒരാൾ ഇന്നയാൾ മുഖ്യമന്ത്രിയാകണം. VD സതീശൻ ആൾ കുഴപ്പമില്ല, എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട്, എല്ലാം മാന്യമായ രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. ആര് വന്നാലും ഉമ്മൻചാണ്ടി സാറിൻ്റെ 2ാം ചരമവാർഷികമാണ് ഈ വെള്ളിയാഴ്ച 18-ാം തീയതി. ഉമ്മൻചാണ്ടി സാറിനെ പറ്റി ഓർക്കുമ്പോൾ ഇപ്പം പുതുപ്പള്ളിയായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരാളാണ്, പള്ളിയായിട്ടും ഒക്കെ ഓർക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഓർമ്മയിൽ വരുന്നൊരു കാര്യം ഓർമ്മയിൽ വരുന്നതെന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ ഇല്ലാതെ പുള്ളിയുടെ അടുത്ത് ഇപ്പം ഒരു MLA അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആയിരുന്ന ഒരു മനുഷ്യനല്ലേ, പുള്ളിക്ക് ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സാറേ അവിടെ ചെന്നൊരു കാര്യം പറയാനാണ്. ഇവിടെ വന്നു കഴിഞ്ഞാലും എന്നെ കണ്ടാലും ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ്, ടീച്ചറെ എന്തുണ്ട് മോൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്യും, അങ്ങനെ ഒരു വർത്താനം. അതേസമയം നമ്മൾ പലരെയും ഇവിടെ കാണുന്നുണ്ട്, അവരൊക്കെ വന്നാൽ ഇങ്ങനെയൊന്നും ചെറുതായിട്ടൊന്ന് ചിരിക്കാൻ പോലും അവർ. പക്ഷേ അവരുടെ സാറിൻ്റെ വീട്ടിൽ ചെന്നാലും നമുക്ക് എപ്പോഴും ആരുടെ ഒരു സഹായം വേണ്ട പുള്ളിക്ക്. അത് കേട്ട് അവിടെ നിന്ന് പുള്ളി ഫോൺ വിളിച്ച് അന്നേരം തന്നെ അതിൻ്റെ എന്തോ ചെയ്യേണ്ടതെന്ന്
ചികിത്സാ സഹായമാണെങ്കിൽ അങ്ങനെ, ജോലിയാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ മരണപ്പെട്ടതാണെങ്കിൽ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പുള്ളി അവിടെ ഉള്ളിടത്തോളം വരുന്ന ദിവസങ്ങളിൽ പുള്ളിയുടെ വീട്ടിൽ നമുക്ക് കയറാൻ പറ്റുകയല്ലാത്ത പോലെ അതുപോലെ പാവപ്പെട്ടവരെ കാണുന്ന ഒരു മനുഷ്യനാണ്. പാവപ്പെട്ടവരെന്നല്ല, പണക്കാരനെയും കാണും എന്നല്ല, പാവപ്പെട്ടവരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെ മകനും വളർന്ന് വരട്ടെ, വരുന്നുണ്ട്, ആ രീതിയിൽ മുന്നോട്ട് വരാം. ഭാവിയിൽ ഒരു മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ തോന്നുന്നുണ്ട് ചാണ്ടിയമ്മനെ പറ്റി? മുഖ്യമന്ത്രി ആകണമെന്ന് ആഗ്രഹമുണ്ട്. മുഖ്യമന്ത്രി ആകണമെന്ന് ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൻ്റെ പോലെ തന്നെ കഴിവോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനം വരണമെന്ന് ആഗ്രഹമുണ്ട്. പുള്ളി അതിനുവേണ്ടി പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ദൈവം കരുതട്ടെ. ടീച്ചറൊക്കെ ഇത്ര അടുത്ത് നിൽക്കുന്ന ഒരാളാണ്. ചാണ്ടിയമ്മനോട് കാണിക്കുന്ന നിങ്ങളൊക്കെ കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ? എന്നാ ക്രൂരത? എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയും പെണ്ണ് കെട്ടിച്ചിട്ടുണ്ട്. അതിപ്പോൾ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ. എന്നാലും എല്ലാവരും കൂടെ പള്ളിയാണ്. അല്ല, ഞങ്ങളൊക്കെ പറയുന്നുണ്ട്. പുള്ളിയുടെ മനസ്സൊന്ന് വരണ്ടേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.